നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ഇനി കുടിച്ചത് മതി. കഴിക്കാൻ എടുക്കട്ടെ? എനിക്ക് ഭക്ഷണം വിളമ്പി വെച്ച് വിളിക്കാൻ നീ ആരോ എന്റെ ഭാര്യയാണോടാ? ആണോ? ആണോ? സർ, ഞാൻ ഭാസി. ഭാസി ഓസി പോയെന്റെ മുമ്പിൽ കടന്ന് പോൻ എന്റെ മുന്നിൽ എടാ പോൻ. പോയില്ലെങ്കിൽ നിന്നെ മേഘനാഥാ, അതെ, തിരിച്ചു കിട്ടാത്ത മകനെ കുറിച്ചുള്ള വിചാരമാണ് നിന്റെ സമനില തെറ്റിക്കുന്നതെങ്കിൽ അവനെ നീ തന്നെ വേണം അന്വേഷിച്ചിറങ്ങാൻ. അതല്ലാതെ ഇവിടെ ഇങ്ങനെ കുടിച്ചും കൂത്താടിയും നേരം കളഞ്ഞ നഷ്ടപ്പെട്ടു പോയ മകൻ മാനത്ത് നിന്ന് പൊട്ടി വീണൊന്നും വരില്ല. ഒരുങ്ങിയിറങ്ങണം. ആ പെമ്പിള്ളേര് എവിടെയുണ്ടെന്ന് അറിയണം. അവരെ കണ്ടുപിടിക്കണം. എങ്കിലേ നിന്റെ മകനെയും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അമ്മ, ഞാനായിട്ട് ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. പല വഴിക്ക് എന്റെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അവരൊക്കെ കുറെ കാലമായിട്ട് അന്വേഷിക്കുന്നില്ലേ? എന്നിട്ട് എന്ത് ഫലം ഉണ്ടായി? ഒന്നുമില്ല. ഒന്നുകിൽ അവരെ ആരെങ്കിലും സുരക്ഷിതമായി സംരക്ഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരും എത്തിച്ചേരാത്ത ഏതെങ്കിലും വിദൂര ദേശത്ത് അവർ ചെന്നുപെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാവും നിന്റെ ആൾക്കാർക്ക് അവരെ കണ്ടെത്താനാവാത്തത്. അതെ അതെ, എന്തായാലും അവരേതോ സുരക്ഷിത സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു വഴിയാ ഇനി കണ്ടുപിടിക്കേണ്ടത്. അതിന് ഒരു വഴിയുണ്ട്. ആ വഴി പക്ഷേ വിശ്വാസികൾക്ക് പിന്തുടരാൻ പറ്റൂ. മേഘൻ അതിന് തയ്യാറാണോന്ന് വേണം ആദ്യം അറിയാൻ. എന്റെ മകനെ കണ്ടുപിടിക്കാൻ ഇനി ഏത് ഹിമാലയ പർവ്വതം കയറണമെന്ന് പറഞ്ഞാലും ഞാനും ഇറങ്ങും. ഇനി എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എന്റെ മകനിലൂടെ മാത്രമാണ് വന്നു ചേരാൻ പോകുന്നത്. ആ സന്തോഷത്തിന് വേണ്ടി എന്റെ അധ്വാനത്തിനും എന്റെ ത്യാഗത്തിനും ഞാൻ ഒരുക്കുക. അമ്മ പറഞ്ഞോ, കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാ കേട്ടോ, അങ്ങ് അഗസ്ത്യാർകൂടത്തിനൊക്കെ അപ്പുറത്ത് വെഞ്ഞാറമേലി മലകൾക്ക് മുകളിൽ വനത്തിനുള്ളിൽ ഒരു ഗുഹയിൽ കരകാണ്ട നഞ്ചനായ്ക്കൻ എന്നൊരു സിദ്ധനുണ്ട്. മുന്നൂറ് വയസ്സിലധികം പ്രായമുള്ള ഒരു ദിവ്യപുരുഷൻ. ഇക്കാലം അത്രയും തപസ് ചെയ്ത് മഹാസിദ്ധികൾ കൈവരിച്ച വലിയ സിദ്ധനാണ് അദ്ദേഹം. ആ ദിവ്യനെ മേഘനാഥൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി നിന്റെ മകനും നിന്റെ ഭാര്യയുടെ അനുജിത്തിമാരും എവിടെയുണ്ടെന്ന്. അത് അദ്ദേഹം പറഞ്ഞു തരും. ഈ കാടായ കാടൊക്കെ താണ്ടി പോവേണ്ടി വരും. കുറച്ച് ദേഹം അനങ്ങണമെന്നേ ഉള്ളൂ. എന്താ, സമ്മതമാണോ നിനക്ക് പോവാൻ? വെഞ്ഞാറ നീലിമലയിലെ കരകാണ്ട നാഞ്ചി നായ്ക്ക. ഷെഡിന്ന് വണ്ടി ഇറക്കിട. നമ്മൾ ഇറങ്ങുക ഇന്ന് ഇപ്പൊ തന്നെ. എന്തായി? അവിടുത്തെ സാറെന്ത് പറഞ്ഞു? നമ്മൾ ജയിച്ചു സീതമ്മേ. പ്രസാദേട്ടന് നമ്മുടെ സാമ്പിൾസ് ഇഷ്ടമായി. കോൺട്രാക്ട് നമുക്ക് തരാമെന്ന് സമ്മതിച്ചു. അച്ചൂട്ടൻ അവിടെ കുഴഞ്ഞു കിടക്കുന്നു. അവനൊട്ടും വയ്യ.
അച്ചൂട്ടാ അച്ചൂട്ടാ മോനെ എന്തു പറ്റി? തുളസി ഓടിപ്പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. എടാ എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നുമില്ലമ്മേ, നല്ല ഉറക്കം വരുന്ന പോലെ. തൊണ്ടയൊക്കെ വരണ്ടിരിക്കോ, നല്ല ക്ഷീണം പോലെ. അത് സാരമില്ല. ദാ ഈ വെള്ളം കുടിച്ചാ മതി. എന്നിട്ട് കുറച്ചു നേരം കണ്ണടച്ച് കിടന്നാ മതി. എന്നിട്ടും ക്ഷീണം തോന്നുകയാണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോവാം. ആരതി, നീ കുറച്ചുനേരം ഇവിടെ കൂടെ ഇരിക്ക. ഞാനും സീതമ്മയും തുളസിയും കൂടി ഇരുന്ന് കുറച്ച് സ്റ്റേഷനറി കാര്യങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കട്ടെ. അച്ചൂട്ടാ, ഒന്നുമില്ല കേട്ടോ, ഉറങ്ങിക്കോ. ചേച്ചി ചേച്ചി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണേ, ഞാൻ ദാ വരുന്നേ. അവിടെ കോളേജിൽ സ്റ്റുഡൻസിന്റെ ഒരു ഇന്റേണൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു. നോ മോർ ഡ്രഗ്സ് എന്ന പേരിൽ ഒരു ചിത്രം ഞാൻ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്ന കളക്ടർ അത് കണ്ട് കളക്ടറേറ്റിലേക്ക് വേണ്ടി തന്നെ അത് വിലയ്ക്ക് വാങ്ങി. ചെറിയൊരു പ്രതിഫലവും തന്നു. ആദ്യമായിട്ടൊരു പ്രതിഫലം കിട്ടുമ്പോ അതുകൊണ്ട് ചേച്ചിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് തോന്നി. അതാ ഇത്. സീതമ്മ ഇത് കണ്ടോ? ചേച്ചി ദാ അവിടെ. എന്താ? അച്ചൂട്ടന്റെ കഴുത്തിൽ 1-2 കുരുക്കൾ പൊന്തിയിരിക്കോ? എവിടെ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.